മച്ചന്മാരെ, ഇന്ന് നമ്മുടെ ചെട്ടിക്കാട് പള്ളിയിലെ ഊട്ടുനേർച്ചയുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. എറണാകുളം ജില്ലയിൽ പറവൂരിനടുത്ത് മൂത്തൂന്നം ചെട്ടിക്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മളുടെ ചെട്ടിക്കാട് പള്ളി. സെന്റ് ആന്റണി പള്ളി കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്നു. ഈ പള്ളി വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ പള്ളിയിൽ വിശുദ്ധന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പള്ളി വളപ്പിലെ അത്ഭുത കിണർ വളരെ പ്രശസ്തമാണ്. വിശുദ്ധ അന്തോണീസിന്റെ നാവ്, കയ്യുടെ അസ്ഥി, സഭാവസ്ത്രം എന്നീ 3 വിശുദ്ധ തിരുശേഷിപ്പുകളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അഴുകാത്ത നാവ്, അതേപോലെ തന്നെ ഈ 3 തിരുശേഷിപ്പുകളും സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക ദേവാലയമാണിത്. ഊട്ടുതിരുനാളാണ് ഈ പള്ളിയിലെ പ്രധാന ആഘോഷം. ഈ ഊട്ടുതിരുനാൾ ദിനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കായിട്ടാണ് അവിടെ ഭക്ഷണം ഒരുക്കണേക്ക. ഇത്രയും പേർക്ക് ഭക്ഷണം ഒരുക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഒരു ടേസ്റ്റ് പോലും വിടാണ്ട് നല്ലൊരു രുചികരമായിട്ടാണ് അവരവിടെ ഒരുക്കണേട്ടാ. ഇത്രയും ജനങ്ങൾക്ക് അവിടെ ഈ ഒരു നല്ല രീതിക്ക് ഫുഡ് കൊടുക്കുന്നതിൽ തന്നെ അത്ഭുതം എന്ന് പറയാട്ടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ അവിടുത്തെ വറ്റാത്ത കിണർ എന്ന് പറയുന്ന ഒരു അത്ഭുതം. ഈ കിണറ്റിലെ ജലം നമുക്ക് രോഗശാന്തി നൽകുമെന്നാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസം തന്നെ. അപ്പൊ എന്തായാലും ഒരു നിമിത്തം എന്ന് പറയാ, എല്ലാ കൊല്ലവും ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവും ഞങ്ങളുടെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന്. അപ്പൊ ഈ കൊല്ലവും എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റി, വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ പറ്റി. ഒരു പോസിറ്റീവ് എനർജി എന്ത് വന്നു കഴിഞ്ഞാലും ശരീരത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാമുദായിക സൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഈ പള്ളിയിൽ എല്ലാ മതസ്ഥരും വരാറുണ്ട്. അപ്പൊ എന്തായാലും ചെട്ടിക്കാട് പള്ളിയുടെ കോട്ടപ്പുറം രൂപത, അതേപോലെ തന്നെ രൂപത മെത്രാനായിട്ടുള്ള അംബ്രോസ് പുത്തമ്പേട്ടിൽ, അതുപോലെ തന്നെ എല്ലാ വൈദികരും സിസ്റ്റർമാരും, അതേപോലെ തന്നെ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളും, എന്താണ് പറയാന്നറിയില്ല, ഓരോരുത്തരും എടുത്തു പറഞ്ഞാൽ തീരില്ല. എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്വം അതും അടിപൊളിയായിട്ട് എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ വർഷവും അടിപൊളിയായിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ പുണ്യാളൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ അടുത്ത വിശേഷങ്ങളും കൊച്ചു കൊച്ചു വീഡിയോകളുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.